ഒമാനിൽ നിന്നും ഉംറയ്ക്ക് പുറപ്പെട്ട മലയാളി കുടുംബങ്ങൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് 3 മരണം. സൗദി ഒമാൻ അതിർത്തിയായ ബത്തയ്ക്ക് സമീപത്താണ് അപകടം. കണ്ണൂർ കോഴിക്കോട് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ഒമാനിൽ നിന്നും ഉംറയ്ക്ക് പുറപ്പെട്ട മലയാളി കുടുംബങ്ങൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ട് 3 പേർ മരിച്ചത്. സൗദി ഒമാൻ അതിർത്തിയായ ബത്തയ്ക്ക് സമീപം വെച്ചാണ് അപകടം സംഭവിച്ചത്. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശികളും കോഴിക്കോട് കാപ്പാട് സ്വദേശികളും ചേർന്ന് ഒരു വാഹനത്തിൽ പുറപ്പെട്ടതായിരുന്നു. 4 മുതിർന്നവരും 4 കുട്ടികളുമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിൽ കോഴിക്കോട് കാപ്പാട് സ്വദേശി ഷിഹാബിന്റെ ഭാര്യ സഹല, ഇവരുടെ മകൾ 8 വയസ്സ് പ്രായമുള്ള ഫാത്തിമ ആലിയ, കൂത്തുപറമ്പ് സ്വദേശി മിസ്ഹബിന്റെ മകൻ 6 വയസ്സ് മാത്രം പ്രായമുള്ള ദഖ്വാൻ എന്നിവരാണ് മരിച്ചത്. അപകടം സംഭവിച്ച ഉടൻ 2 കുട്ടികളുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. എന്നാൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കാപ്പാട് സ്വദേശി ഷിഹാബിന്റെ ഭാര്യ സഹലയും മരിച്ചതായാണ് അറിയാൻ കഴിയുന്നത്. മരിച്ച 3 പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ ബത്ത ജനറൽ ആശുപത്രിയിലാണുള്ളത്. ബാക്കിയുള്ള 5 പേരിൽ 4 പേർ ഇതേ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരാൾ ഹുഫൂഫ് കിങ് ഫഹദ് ആശുപത്രിയിലും ചികിത്സയിൽ തുടരുകയാണ്. ഇവർ സഞ്ചരിച്ച വാഹനം മറിഞ്ഞാണ് അപകടമുണ്ടായത്. പ്രവാസി സംഘടനയായ റിസാല സ്റ്റഡി സർക്കിൾ ഒമാൻ നാഷണൽ ഭാരവാഹികളാണ് ഷിഹാബും മിസ്ഹബും. മരണപ്പെട്ട 3 പേരുടെയും മൃതദേഹങ്ങൾ അൽഹസയിൽ തന്നെ ഖബറടക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. തുടർ നടപടിക്രമങ്ങൾക്കും മറ്റ് സഹായങ്ങൾക്കുമായെല്ലാം അൽഹസയിലെ ICF RSC പ്രവർത്തകർ രംഗത്തുണ്ട്. സുബൈറുദ്ദീനൂർ, 24 ദമാം.